ഗൈഡൻസ് TV Light for Life. المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بالدمام. رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد صلى الله عليه وسلم وآله وصحبه أجمعين. الله نزل أحسن الحديث كتابا متشابها مثانيا تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചത് വിശുദ്ധ ഖുർആൻ്റെ വർണ്ണനകളാണ് ഈ ആയത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞു അഹ്സൻ അൽ ഹദീസ്. പിന്നെ വിശുദ്ധ ഖുർആൻ കിതാബൻ, കിതാബ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ എഴുതപ്പെട്ട കിതാബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ മലക്കുകൾക്ക് നൽകിയ സഹീഫയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെയും എഴുതപ്പെട്ടിട്ടുണ്ട്. മനസ്സുകളിൽ മാത്രമല്ല വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടുള്ളത്, ലിഖിത രൂപത്തിലും ഇത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സെയ്ദ് ബിൻ സാബിത്തിനോട് ഖുർആൻ ക്രോഡീകരിക്കാൻ പറഞ്ഞപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് ക്രോഡീകരിച്ച എവിടുന്നാണ്? തോലുകളിൽ നിന്ന്, അതേപോലെ ഏടുകളിൽ നിന്ന്, മരക്കഷ്ണങ്ങളിൽ നിന്ന്, അതേപോലെ പിന്നെ ഈ ഈത്തപ്പന പട്ടയിൽ നിന്ന്, ഈത്തപ്പന ഓലയിൽ നിന്ന്, ഇങ്ങനെയൊക്കെ അദ്ദേഹം അതിന് തോലിൽ നിന്ന് ഒക്കെ അദ്ദേഹം ക്രോഡീകരിച്ചു വരുന്നു. അപ്പോൾ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് മുസ്ഹഫിൽ ക്രോഡീകരിക്കപ്പെട്ടു. പിന്നെ മുത്തശാബിഹൻ, അതിൻ്റെ ആശയങ്ങളിൽ പദാവലികളിലൊക്കെ എന്താണ് പിന്നെ പരസ്പരം സാദൃശ്യമാണ്, വൈരുദ്ധ്യമില്ലാത്ത നിലക്ക്. മസാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്നു, സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. പിന്നെ ആവർത്തിക്കപ്പെടുന്നത് വിരസത ഉണ്ടാക്കുമാറല്ല, ഒരിടത്ത് പ്രതിപാദിച്ച രീതിയിലല്ല മറ്റൊരിടത്ത് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതെന്താണ്? വിഷയങ്ങൾ മനസ്സിൽ രൂഢമൂലമാകുന്നതിന് വേണ്ടിയാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ തുടർന്ന് നരകത്തെക്കുറിച്ച് പറയും, സ്വർഗവാസികളെക്കുറിച്ച് പറഞ്ഞാൽ നരകവാസികളെക്കുറിച്ച് പറയും. അതേപോലെ തന്നെ കൽപ്പനകൾ പറഞ്ഞാൽ പിന്നെ വിരോധങ്ങൾ പറയും. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത അതൊക്കെ പരിഗണിച്ചാണ് മസാനി. അതേപോലെ വിശുദ്ധ ഖുർആൻ പ്രശംസനീയമായ ഗ്രന്ഥമാണ്, അതുകൊണ്ടാണ് മസാനി. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. വിശുദ്ധ ഖുർആൻ നിമിത്തം തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവർക്ക് തഖ്ശഇറു എന്നാണ് അവരുടെ ശരീരത്തിൽ ഈ കഷ്അരീറ എന്ന് പറയാം. എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു അനുഭവം, അതായത് അള്ളാഹുവിനോടുള്ള പേടിയാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു അനുഭവത്തിനാണ് കഷ്അരീറ എന്ന് പറയാം. നമ്മൾ പുളകിതമാകുക എന്നൊക്കെ, രോമാഞ്ചമണിയുന്നു എന്നൊക്കെ പറയും. അള്ളാഹുവിനോടുള്ള പേടിയാൽ. പിന്നെ സുമ്മ തെലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ എന്നാണ്. ഇവിടെ തെലീനു ഇല പ്രയോഗിച്ചതുകൊണ്ട് തത്മഇന്നു എന്നുള്ള അർത്ഥം, തസ്കുൻ, പിന്നീട് സമാധാനപ്പെടും. സുമ്മ തെലീനു എന്ന് പറഞ്ഞാൽ പിന്നീട് സമാധാനപ്പെടും. ജുലൂദുഹും അവരുടെ തൊലികളും, വഖുലൂബുഹും അവരുടെ കൽബുകളും ഇലാ ദിക്രില്ലാ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ദിക്റുള്ള എന്താണ്? ഖുർആനാണ്, അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഭയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പിന്നെ നഫ്സിനുണ്ടാകുന്ന പിന്നെ സുഖം, അതേപോലെ തന്നെ സരളത നഫ്സിന്, അത് പിന്നെ ഇവിടെ നോക്കി ജുലൂദിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ജുലൂദും പറഞ്ഞു, കുലൂബും പറഞ്ഞു. സംഭവം മനസ്സിൻ്റെ പേടി കൊണ്ടാണ് തലപ്പുറത്ത് ഇതുണ്ടാകുന്നത്. മനസ്സിൻ്റെ പേടി, റബ്ബിനെ ഭയക്കുന്നവർക്കാണല്ലോ ജുലൂദിൽ ഈ വിഷയം ഉണ്ടാകുന്നത്. ഇവിടെ പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ ഈ വിശുദ്ധ ഖുർആനിൽ മുന്നറിയിപ്പുകളും താക്കീതുകളും നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ശിക്ഷകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ എന്തുണ്ട്? സുവിശേഷങ്ങളുണ്ട്, സ്വർഗത്തെക്കുറിച്ച് പരാമർശമുണ്ട്, സ്വർഗവാസികളെക്കുറിച്ച് പരാമർശമുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള വസ്ഫുകളുണ്ട്. അള്ളാഹുവിൽ പ്രതീക്ഷ നൽകുന്ന, അള്ളാഹുവിനെക്കുറിച്ച് പ്രത്യാശ നൽകുന്ന കുറേ അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം, എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റെ അങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ പേടി വരുന്നതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ എന്തുണ്ട്? മനുഷ്യൻ്റെ തൊലികൾക്കും മനുഷ്യൻ്റെ കൽബിനും മനസ്സിനും പിന്നെ ഈ സമാധാനം, ശാന്തി, സുഖം പ്രദാനം ചെയ്യുന്ന അവസ്ഥയുണ്ട്.
ഇതല്ലേ, അതാണ് ഇവിടെ ഇലാ ദിക്രില്ല. സുമ്മ തെലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല എന്നാണ് ലാന ഇല പ്രയോഗിച്ചുകൊണ്ട് തത്തുമ ഇന്നു തസ്കുനു സമാധാനപ്പെടും, ശാന്തിപ്പെടും തൊലികളും ഹൃദയങ്ങളും അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, അള്ളാഹിൻ്റെ ദിക്റിലേക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലേക്ക് എന്നുള്ളതാണ്. ഈ ആധ്യാത്മിക രചനകളിൽ വായിക്കുന്നത് ഒരു സംഗതിയാണ് അസായിറൂന ഇലല്ലാഹി ഫി മബ്ദഇൽ ജലാൽ. ഇദാ നദറു ഇലാ ജലാലില്ലാഹി താശു വ ഇദാ ലാഹ ലഹും അസറും മിനൽ ജമാലി ആശു എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കുമ്പോൾ ആ ഗാംഭീര്യത്താൽ എന്ത് ചെയ്യും, പിന്നെ താശു എന്നാണ് മനുഷ്യന്മാർ ഭയപ്പാട്ടിലകപ്പെടുന്നതാണ്, വിഭ്രാന്തിയിലകപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ ഈ ഗാംഭീര്യം, അള്ളാഹുവിനുള്ള ഗൗരവം മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്മാരെന്താവും, താശു എന്നാണ്, അവർക്ക് ഒരു വിഭ്രാന്തിജനകമായ അവസ്ഥ ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ ജമാൽ, സൗന്ദര്യം, ആ സൗന്ദര്യത്തിൽ അവർ കണ്ണു നടുമ്പോൾ അല്ലെങ്കിൽ സൗന്ദര്യം അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആശു എന്നാണ്, അവർ സമാധാന ചിത്തരായി അവർ മാറും, ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ത്വൈഷുണ്ട് ഐഷുണ്ട്. ത്വൈഷ എപ്പോഴാണ് വരിക, അള്ളാഹുവിനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഗാംഭീര്യം വരുമ്പോഴാണ് എന്നുള്ളത്. അതേസമയം ഐഷ് വരുന്നത് എപ്പോഴാണ്, ഐഷ് എന്നുള്ളതുകൊണ്ട് തന്നെ സമാധാന ജീവിതം, അത് വരുന്നത് അള്ളാഹുവിൻ്റെ സൗന്ദര്യം, അള്ളാഹുവിൻ്റെ ഭംഗി ഇത് മനസ്സിലാക്കുമ്പോഴാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ ഗാംഭീര്യം എപ്പോഴാണ് ഒരാൾ ദർശിക്കുക, ശിക്ഷയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ശിക്ഷിക്കപ്പെടുന്നവരുടെ കുറിച്ചുള്ള പരാമർശങ്ങൾ, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചവരെക്കുറിച്ചുള്ള കഥകൾ, വാർത്തകൾ, ഇതൊക്കെ വരുമ്പോഴാണ് മനുഷ്യന്മാർക്ക് തൈശ് ഉണ്ടാകുക, തൈശ് വിഭ്രാന്തിയും പേടിയുണ്ടാകുക. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണാവാരിധിയാണ്, കരുണാമയനാണ്, ആർദ്രതയുള്ളവനാണ്, പൊറുക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തവർ, കരുണ ചൊരിഞ്ഞവർ, ഇവരെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്താവും, മനുഷ്യന്മാർക്ക് ഐഷ് ഉണ്ടാകും എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ കേട്ടോ. ഇറൂന ഇലല്ലാഹി ഫി മബ്ദഇൽ ജലാൽ. ദുനിയാവിൽ സൗന്ദര്യം കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് ഐഷ ഉണ്ടാകുക, ത്വൈഷ ഉണ്ടാകുക. ചിലർ ഭ്രാന്തന്മാരെ പോലെ മാറും ഈ സൗന്ദര്യത്തിന് മുമ്പിൽ. നമ്മൾ ഈ മജ്നൂൻ ലൈലനെ കുറിച്ചൊക്കെ പറയില്ലേ, ഉഖബ്ബിലു ദൽ ജദാരി, ചുവരുകളൊക്കെ ചുംബിച്ച് നടന്നു എന്നാണ്. ഏത് പെരയിലാണ് പാർത്തതെന്ന് വിവരമല്ല മൂപ്പർക്ക്, പക്ഷേ ഓളെ എവിടെയോ ഓരോരുത്ത് പാർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മൂപ്പര് എല്ലാ ചുമരുകളെയും ചുംബിച്ച് നടന്നു എന്നാണ്. ഖലീഫ അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് ഉമ്മുൽ ബനീൻ എന്ന് പറയുന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നാണ്. വദ്ദാഹുൽ യമൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ കഥാപാത്രം ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. വദ്ദാഹുൽ യമൻ, അയാൾ അതീവ സുന്ദരനായിരുന്നു, നല്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു, സാഹിത്യകാരനായിരുന്നു. അബ്ദുറഹ്മാൻ എന്നാണ് പേര്. സൗന്ദര്യ കാരണത്താലാണ് അദ്ദേഹത്തിന് വദ്ദാഹ് എന്ന പേര് വന്നത്. ഈ വദ്ദാഹും വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ഭാര്യ ഉമ്മുൽ ബനീനും ഒന്നിച്ച് ജീവിച്ചതാണ് ചെറുപ്പത്തിൽ. ശരി, അപ്പോൾ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. വദ്ദാഹ് വളരെ സുന്ദരനായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ വലിയ സ്നേഹത്തിലായിരുന്നു. ഈ ഉമ്മുൽ ബനീൻ്റെ ബുദ്ധിയും അതേപോലെ സൗന്ദര്യവും മണത്തറിഞ്ഞ വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹം ഖലീഫയായിരിക്കെ ഈ ഉമ്മുൽ ബനീനെ കല്യാണം കഴിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഉമ്മുൽ ബനീനെ അയാൾ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഉമ്മുൽ ബനീൻ ഒരിക്കലും ഈ വദ്ദാഹിനെ മറന്നിട്ടില്ല. പക്ഷേ വദ്ദാഹിർ എന്തായി, ഇവളെ നഷ്ടപ്പെട്ടല്ലോ. അവസാനം അയാൾ എന്ത് ചെയ്തു, ഡമസ്കസിൽ നിന്ന് ഹജ്ജിന് വരികയാണ്. എങ്ങനെയെങ്കിലും അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് ഇവളെക്കുറിച്ചുള്ള ഓർമ്മ പോകാനും അതേപോലെ തന്നെ മനസ്സിൽ നിന്ന് ഇതിൻ്റെ പിരിമുറക്ക് കുറയാനും. അവസാനം ഹജ്ജൊക്കെ ചെയ്ത് അല്പം റായത്തിട്ടിന് മുമ്പ് തിരിച്ചു പോയെങ്കിലും ഈ രോഗം മാറില്ല. അവസാനം ഇയാൾ ഈ വദ്ദാഹുൽ യമൻ, വദ്ദാഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്താൽ അയാൾക്ക് ഇട്ട പേരാണ്. ഇദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ കൊട്ടാരത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. കൊട്ടാരത്തിലാണ് മുപ്പത്തിയേറുള്ളത്, ഉമ്മുൽ ബനീനുള്ളത്. അവസാനം കൊട്ടാരത്തിൽ നിന്നൊരു ജാരിയത്ത്, ഒരു ഭൃത്യ എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങിയപ്പോൾ വദ്ദാഹ് ആ ജാരിയത്തിനെ പ്രലോഭിപ്പിച്ച് സംസാരിച്ച് വശത്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ തൻ്റെ വിഷയം അവതരിപ്പിക്കാൻ പ്രാപ്താക്കി. അങ്ങനെ ഇങ്ങനെ വദ്ദാഹുൽ യമൻ, വദ്ദാഹ് പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് ഉമ്മുൽ ബനീനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ഭൃത്യ ചെയ്തിട്ട് പറഞ്ഞതാണ് ഉമ്മുൽ ബനീനോട്, ഇങ്ങനെ വദ്ദാഹ് എന്ന് പറഞ്ഞൊരു വ്യക്തി കൊട്ടാരത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ വൈഹക് അഹയ്യുൻഹു എന്ന് ചോദിക്കുന്നു. പെണ്ണെ, നിനക്ക് നാശം, വദ്ദാഹ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. കാരണം ഇവളും പോകുന്നുണ്ടെങ്കിൽ അയാൾ ചാകും എന്നുള്ളത് വെക്കാറിയാം, അത്ര ഒരു വിഷയമാണ്. ഏതായാലും ഉണ്ട് എന്നറിയണം. അപ്പോൾ വൃത്തിയെ വീണ്ടും ഉമ്മുൽ ബനീന് പറഞ്ഞേക്കാണ് കൊട്ടാരത്തിന്. അവളുടെ ആജ്ഞയാണ്,
ഞാൻ എൻ്റെ ദൂതൻ വരുന്നത് വരെ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞതാണ്. അവസാനം മുൽബനീൻ്റെ ഒരു ബോക്സ് കൊടുത്തയച്ചതാണ്, പെട്ടി. ആ പെട്ടി കൊടുത്തയച്ചിട്ട് ആ പെട്ടിയിൽ കയറിയിട്ട് കൊട്ടാരത്തേക്ക് വരാൻ പറഞ്ഞത്. അപ്പോൾ രാജ്ഞി കൊടുത്തയച്ച പെട്ടിയാണ്. അതുകൊണ്ട് കൊട്ടാരത്തിൽ പറ വരുന്നത് അത്ര വിഷയമാക്കിയില്ല. പിന്നെ അത് തിരിച്ച് ഉള്ളിലേക്ക് വരികയാണ്. അതിലാരുണ്ട്? ഈ വദ്ദാഹുൽ യമൻ ഉണ്ട്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് പെട്ടിയിൽ വദ്ദാഹുൽ യമൻ കയറി അറയിൽ ഇവളുടെ അടുക്കൽ, ഇവൾക്ക് കുറേ പെട്ടികളാണ്, കാരണം ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ പെട്ടികളാണ്. അതിൽ പെട്ടിയിൽ ഈ വദ്ദാഹം. ആരുമില്ലെങ്കിൽ അവൾ കൂട് തുറക്കും, ആരും വരികയാണെങ്കിൽ കൂട്ടിനകത്താക്കും. പക്ഷെ ഒരു ദിവസം വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഭയങ്കര രൂക്ഷ ഭരണാധികാരിയാണ്, സ്ട്രോങ് ആണ്. വാപ്പ അബ്ദുൽ മലിക് ഭരണം ഏൽപ്പിക്കുമ്പോൾ തന്നെ വലീദിനോട് കൊടുത്ത വസീയത്തെന്നറിയാം, ആരെങ്കിലും നിന്നോട് ഇങ്ങനെ കാണിച്ചാൽ അവനോട് വാളുകൊണ്ട് ഇങ്ങനെ കാണിക്കണം എന്നാണ്. നോ പറഞ്ഞാൽ വാളുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കണം എന്നാണ്. ആ ട്രീറ്റ്മെൻറ്റിൽ വളർന്ന ആളാണ് വലീദ്. ഈ വലീദിൻ്റെ ഭാര്യ മുൽബനീൻ്റെ വിഷയമാണ് ഈ പറഞ്ഞത്. ഏതായാലും പിന്നെ പട്ടിയിലാക്കിയിട്ട് ഇവിടെ വെച്ചു എന്നുള്ളതാണ്. ഒരു ദിവസം വലീദ് സമ്മാനം കൊടുത്തയച്ചു, ഇവൾക്ക് ആഭരണങ്ങൾ കൊടുത്തയച്ച്, നല്ല മുത്തുമാലകൾ കൊടുത്തയച്ചപ്പോൾ അത് ഒരു ഭൃത്യം കൊണ്ടുവന്നിട്ട് കൊടുത്ത് പെണ്ണിന്. അപ്പോൾ ആ മാലകളിൽ നിന്ന് ഇത് കണ്ടപ്പോൾ ഈ ഭൃത്യൻ എന്ത് ചെയ്തു, അതിനൊരു മുത്ത് ചോദിച്ച്. അപ്പോൾ ഇവള് പറഞ്ഞില്ല, ഉമ്മലക്ക് പോകാൻ പറഞ്ഞു, എനിക്ക് തരൂലായിരുന്നു. പക്ഷേ ഈ ഭൃത്യന് ആളെ കണ്ടിരുന്നു ഇവിടെ. വദ്ദാഹ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഇവിടെ ഒരാളുണ്ട് എന്നുള്ളത് ഭൃത്യനെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ മുത്ത് ചോദിച്ചത്. പക്ഷേ കൊടുത്തില്ല. ഇവൻ എന്ത് ചെയ്ത് നേരെ പോയിട്ടത് ഖലീഫിനോട് പറഞ്ഞു, ഇങ്ങനൊരു വ്യക്തി രാജ്ഞിയുടെ അറയിലുണ്ട് എന്നുള്ളത്, മാത്രമല്ല ഇന്ന പെട്ടിയിലാണ് എന്നുള്ളതും പറഞ്ഞു കൊടുത്തു. അവസാനം വലീദ് ഇബ്നു അബ്ദുൽ മലിക് വന്ന് മുൽബനീനോട് ചോദിച്ച്, ഞാൻ കൊടുത്തയച്ച ആഭരണങ്ങളൊക്കെ ഇഷ്ടമായി ചോദിച്ച്. ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ വലീദ് എന്ത് ചെയ്ത്, ഈ വദ്ദാഹ് ഇരിക്കുന്ന പെട്ടീൻ്റെ മുകളിലവിടെ ഇരുന്നിട്ട് പറഞ്ഞ്, ഞാൻ സമ്മാനം കൊടുത്തയച്ച് നിങ്ങളെ സ്വീകരിച്ച് നിങ്ങൾക്ക് ഹൃദ്യമായി, എനിക്ക് ഒരാവശ്യമുണ്ട്, അത് നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മുൽബനീൻ എന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ എന്താണ് ആവശ്യം പറഞ്ഞു, ഞാനിരിക്കണ ഈ പെട്ടി എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഞാനിരിക്കണ പെട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടി പറഞ്ഞില്ല, അത് പിന്നെ അവൾ പറഞ്ഞ്, സ്ത്രീകളുടെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന പെട്ടി എന്തിനാണ് അമീറുൽ മുഅ്മിനീനെ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, അത് പിന്നെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിലനിർത്താനാണ് നടത്തുന്നത്, ഈ പെട്ടി ചോദിച്ചു. അപ്പോൾ പിന്നെ സമ്മതിച്ചു, മുൽബനീൻ സമ്മതിച്ചു. അപ്പോൾ ആളുകളെ വിളിച്ചു വന്നിട്ട് ഈ പെട്ടി ചുമക്കാൻ പറഞ്ഞു. ചുമന്ന് കൊണ്ടുപോയി ഒരു കിണർ കുത്താൻ പറഞ്ഞു. വലിയൊരു കിണർ കുത്തി ആ കിണറിലേക്ക് പെട്ടിയിട്ട് മണ്ണിട്ട് മൂടി. വദ്ദാഹുൽ യമൻ എന്ന് പറഞ്ഞൊരു സാഹിത്യകാരൻ, അയാളുടെ ചരിത്രം അതോടുകൂടി അസ്തമിച്ച് അല്ലേ. പിൽക്കാലത്ത് ഈ രാജ്ഞി മുൽബനീൻ, വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഭാര്യ മുൽബനീൻ ഇതറിഞ്ഞ് അതിൻ്റെ വിഷമത്താൽ അവരെയും ആ പെട്ടി കുഴിച്ചൂടിയ കിണറിന് മുമ്പിൽ മയ്യത്തായി കാണപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താ വെച്ചാൽ ആലമുൽ ജമാൽ, സൗന്ദര്യ ലോകത്ത് മനുഷ്യന്മാർ പിന്നെ അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ് എങ്കിൽ ആശു അവർ ജീവിക്കും, അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ വിഷയത്തിൽ താശു അവരെന്ത് ചെയ്യും, വിഭ്രാന്തിപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ഭൗതിക ലോകത്ത് അങ്ങനെയല്ല എന്നുള്ളതാണ് വിഷയം. ഭൗതിക ലോകത്താണ്, സൗന്ദര്യ ലോകത്ത് മനുഷ്യന്മാർ താശു, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. ഏതായാലും വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ഭയക്കുന്നവരുടെ തൊലിപ്പുറത്ത് അതിൻ്റെ സ്വാധീനമുണ്ടാക്കും എന്നുള്ളത്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ സുമ്മത്തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല. വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത ആണ്, പേടിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയും. അതുകൊണ്ട് തന്നെ തൊലിക്ക് മാത്രമല്ല സ്വാധീനം, പിന്നെ മനസ്സിനും സമാധാനവും ശാന്തിയും മേകുന്ന അവസ്ഥ. അതാണ് സുമ്മത്തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല. വിശുദ്ധ ഖുർആനാകുന്ന ദിക്റുള്ള അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ഹൃദയങ്ങളും തൊലികളും എന്ത് ചെയ്യും, വിനയപ്പെടും, സമാധാനപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മളത് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ്റെ വരികൾ, വചനങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഏറ്റവും നല്ല ആനന്ദകരമായ വിഷയം വിശുദ്ധ ഖുർആനാണ്. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിഷയങ്ങൾ വായിച്ചു നോക്കി, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, അള്ളാഹുവിൻ്റെ പേരുകൾ, അതിൻ്റെ വിശേഷങ്ങൾ വായിച്ചു നോക്കി ശരിക്കും മനസ്സ് സമാധാനപ്പെടും. അള്ളാഹിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഖൈറുൽ കലാം കലാമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾ, പൊരുളുകൾ, തേട്ടങ്ങൾ, വിധികൾ
യുക്തികൾ ഇത് നമ്മൾ പിന്നെ വരികൾ വായിച്ചും അത് പൊറുക്കുമ്പോൾ അൽഹംദുലില്ലാ അതിനോളം നമുക്കുണ്ടാകുന്ന ഒരു നിർവൃതി വേറല്ല എന്നുള്ളതാണ്. പക്ഷേ ദാലിക് ഇത് വിശുദ്ധ ഖുർആൻ ഹുദല്ലാഹ് അള്ളാഹുവിൻ്റെ ഹുദയാണ്. യഹ്ദി ബിഹി മയ്യശ താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അതിലൂടെ വഴി കാണിക്കുന്നു. വ മയ്യൂദ്ലിലില്ലാഹ് ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വഴിയിൽ നിന്ന് ഖുർആനിൽ നിന്ന് വഴി തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ ഫമാലഹു മിൻ ഹാദ് അവനെ വഴി കാണിക്കുവാൻ ആരുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വഴി തെറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആരെയാണോ വഴി തെറ്റിക്കുന്നത് അള്ളാഹു ഒരാളെയും വഴി തെറ്റിക്കൂല, ആളുകൾ വഴി തെറ്റുന്നത് വരെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനം ഇറക്കിയത് ലോകർക്കൊന്നായിട്ടാണ്. ഇത് ആർക്ക് അള്ളാഹു ഇറക്കി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, ഇവിടെ ബുദ്ധി നൽകിയിട്ടുണ്ട്, ഇവിടെ വിവേകം നൽകിയിട്ടുണ്ട്. ഇതിൽ സന്മാർഗം വിശദീകരിച്ചിട്ടുണ്ട്, ദുർമാർഗം വിശദീകരിച്ചിട്ടുണ്ട്. സന്മാർഗികൾക്കാണ് രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദുർമാർഗികൾക്കാണ് ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ വചനം ഇറക്കിയ ജനവിഭാഗം അവർ സ്വതന്ത്രരാണ്. അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് തെരഞ്ഞു പിടിക്ക് ഭൗതികമായതെല്ലാം കൊള്ളാനും നല്ലതെല്ലാം സ്വീകരിക്കാനുള്ള ബുദ്ധി വിവേകമുണ്ട്. ഇതിൽ ആ ഭൗതികമായി തങ്ങൾക്ക് വേണ്ടതെന്തോ അതൊക്കെ നേടാൻ ഉപകരിക്കുന്ന ബുദ്ധിയും കഴിവും മേധാശക്തിയും ഒക്കെ ഉള്ള മനുഷ്യന്മാർക്ക് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. എന്നിട്ട് ഒരാൾ തനിക്ക് സന്മാർഗം കാണുന്നില്ല എങ്കിൽ, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾ തനിക്ക് സ്വീകരിക്കണം എന്താണ്? വഴികേടാണ്. അത്തരം ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വഴികേട്ടിലാക്കുക. അതില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ആരെയും ഹിദായത്തിന് നിർബന്ധിക്കൂല, ആരെയും അള്ളാഹു പിന്നെ വഴികേടിനും നിർബന്ധിക്കൂല. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഹക്ക് റബ്ബിൽ നിന്ന് ഇതാ വന്നിരിക്കുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് സ്വീകരിക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് തിരസ്കരിക്കാം. റഹ്മക്കല്ലാ, മനസ്സിലായി? ഇതാണ് അള്ളാഹുവിൻ്റെ രീതി. പക്ഷേ ഒരാൾ ധാർഷ്ട്യത്തിൽ, അഹങ്കാരത്തിൽ, തനിക്കിത് വേണ്ടെന്ന നിലപാടിൽ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ധാർഷ്ട്യത്തിൽ, അഹങ്കാരത്തിൽ വഴികേട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വിധിക്കുന്നത് എന്താ? അത് വഴികേട് തന്നെയാണ്. ആ നിലക്ക് അവന് വഴികേടിലാക്കുന്നത് ആരാണ്? പക്ഷേ അള്ളാഹുവാണ്. പക്ഷേ അള്ളാഹു അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം, ഇവൻ തന്നെയാണ്. അഫമൻ യത്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ വഖീല ലിദ്ദാലിമീന ദൂഖൂ മാ കുൻതും തക്സിബൂൻ. അഫമൻ യത്തഖി ബിവജ്ഹിഹി, ഇവിടെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് മൻ യത്തഖി എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ, കാക്കുന്നവൻ. മൻ യത്തഖി, അഫമൻ എന്നുള്ളത് ചോദ്യമാണ്. അഫമൻ ഇതിലിപ്പോൾ ആ ഇസ്തിഫാമാണ്, ഫ ആതിഫത്താണ്, മൻ പിന്നെ മൗസൂലയാണ്, അല്ലെങ്കിൽ പിന്നെ ഷർത്തിയാണ് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ വിശദീകരിച്ച് ഓരോന്ന് പറയണം. നമ്മൾ മൊത്തത്തിൽ പറയുന്നത് അഫമൻ യത്തഖി, കാക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ ആണോ? ബിവജ്ഹിഹി, തൻ്റെ മുഖം കൊണ്ട്, തൻ്റെ മുഖം കൊണ്ട്. സൂഅൽ അദാബ്, സൂഅൽ അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ ഏറ്റവും മോശമായ അവസ്ഥ എന്നുണ്ടെങ്കിൽ അവിടെ മോശമായ ശിക്ഷ എന്നർത്ഥം. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അപ്പോൾ അന്ത്യനാളിൽ മോശമായ ശിക്ഷ തൻ്റെ മുഖം കൊണ്ട് തടുക്കുന്നവൻ ആണോ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു തുല്യപ്പെടുത്തൽ നടത്തുകയാണ്. അന്ത്യനാളിലെ ഏറ്റവും മോശമായ ശിക്ഷ തൻ്റെ മുഖം കൊണ്ട് തടുക്കുന്നവൻ ആണോ? ആരെപ്പോലെയാണോ? ശിക്ഷ വരാതെ രക്ഷ നൽകപ്പെട്ട് ഉള്ള വ്യക്തി അവനെപ്പോലെയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അപ്പോൾ ശിക്ഷ അർഹിക്കുന്നവനും ശിക്ഷ അർഹിക്കാത്തവനും ഒരുപോലെയാണോ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മനസ്സിലല്ലേ? അതായത് വിശുദ്ധ ഖുർആൻ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു, എന്നിട്ടും ഇതിനെ കളവാക്കി കളിയാക്കിയിട്ട് പരലോകത്ത് ശിക്ഷ ഏറ്റുവാങ്ങുന്ന വ്യക്തി ഇത് സ്വീകരിച്ച് പരലോകത്ത് രക്ഷ നേടുന്ന വ്യക്തിയെപ്പോലെയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കണം. അതാണ് അഫമൻ യത്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നോക്കി. അതാണ്, അതായത് ശിക്ഷ അർഹിക്കുന്നവന് രക്ഷ അർഹിക്കുന്നവന് ഒരുപോലെയാണെന്നുള്ളതാണ് വിഷയം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ശിക്ഷ അർഹിക്കുന്നവനെ കുറിച്ച് മാത്രമാണ്. കാരണം അവൻ്റെ വിഷയമാണ് ഗൗരവം. ആളുകൾ ഇതിനെ കളവാക്കുന്നവരെന്ത് ചെയ്യണം? ഇത് ഓർക്കണം എന്നുള്ളതാണ് ഇവിടെ വിഷയം. അള്ളാഹു അത് അവതരിപ്പിച്ച് നോക്കി. അന്ത്യനാളിലെ ഏറ്റവും മോശമായ ശിക്ഷ ആണ് സൂഅൽ അദാബ്. അത് തൻ്റെ മുഖം കൊണ്ട് തടുക്കുക എന്നാണ്.
ശിക്ഷ മുഖം കൊണ്ട് തീർക്കുക. സാധാരണ ദുനിയാവിൽ ശിക്ഷയെ മുഖത്ത് വരുന്ന ശിക്ഷയെ കൈകൊണ്ട് തടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ മറ്റവയവങ്ങൾ കൊണ്ട് തടുക്കുക ചെയ്യുക, അല്ലേ? മുഖം കൊണ്ട് ആരും തടുക്കില്ല. മുഖം തടുക്കപ്പെടുകയാണ് ചെയ്യുക. മുഖത്തേക്ക് വരുന്നതാണ് എല്ലാവരും എന്ത് ചെയ്യുക? തടുക്കുക, ബ്ലോക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ മുഖം കൊണ്ടാണ് തടുക്കുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദരണീയമായ അവയവം ഏതാ? മുഖമാണ് ഏറ്റവും ആദരണീയം. അപ്പോൾ ഏറ്റവും ആദരണീയമായ അവയവം കൊണ്ട് ഏറ്റവും മോശമായ ശിക്ഷ തടുക്കേണ്ടി വരുന്ന അവസ്ഥ, അതാണ്. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ലാ. അതാണ് ഇവിടെ ഉള്ള വിഷയം. പിന്നെ ഈ അറബിയിൽ പറയും, കുൻ റജുലൻ റിജ്ലുഹു ഫിസ്സറ വഹിമ്മത്തുഹു ഫി ഹാമി സുറയ്യ ഇന്ന ഇറാഖത മാ അൽ ഹയാത്തി ദൂന ഇറാഖത്തി മാ ഇൽ മുഹയ്യ എന്ന് പറയും. കുൻ റജുലൻ റിജ്ലുഹു ഫിസ്സറ, നീ ഒരു വ്യക്തിയാകണം, ആ വ്യക്തിയുടെ കാല് സറയിലാണ്, സറ എന്ന് പറഞ്ഞാൽ മണ്ണിലാണ്. വഹിമ്മത്തുഹു, അവൻ്റെ മനക്കരുത്തും ഉദ്ദേശവും ഫി ഹാമി സുറയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഉച്ചിയിലാണ്. അപ്പം മനക്കരുത്ത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഉച്ചിയിലും കാൽപാദം മണ്ണിലും വെക്കുന്ന വ്യക്തിയാകണം നീ. എന്നിട്ട് പറയണേ, ഇന്ന ഇറാഖത്ത മാ ഇൽ ഹയ ദൂന ഇറാഖത്തി മാ ഇൽ മുഹയ്യ എന്നാണ്. എന്താ? പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവൻ അത് ചിന്തപ്പെടലാണ് മാ ഉൽ മുഹയ്യ എന്ന് പറഞ്ഞാൽ അഭിമാനം. അത് ചിന്തപ്പെടുന്നതിനേക്കാൾ നിസ്സാരം എന്നാണ്. ഈ മാ ഉൽ മുഹയ്യ എന്ന് പറഞ്ഞാൽ മുഹയ്യൽ വജ്ഹാണ്. മുഹയ്യൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനത്തിനാണ് പറയുക. ആ അഭിമാനത്തെ മുഹയ്യ എന്ന് പറഞ്ഞാൽ, മുഹയ്യ എന്ന് പറഞ്ഞത് തെളിയൽ എവിടെയാണ്? മുഖത്താണ്. അപ്പം മനുഷ്യൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അഭിമാനം അത് ചിന്തപ്പെടുന്നതിനേക്കാൾ നിസ്സാരമാണെന്ത്? മനുഷ്യൻ്റെ ജീവൻ ചിന്തപ്പെടുക എന്നുള്ളത് എന്ന് പറയണം. ഒരു മനുഷ്യന് ഏറ്റവും മുഖ്യമാണെന്ത്? അവൻ്റെ മാ ഉൽ വജ്ഹ് അല്ലെങ്കിൽ മാ ഉൽ മുഹയ്യ എന്ന് പറയും. മുഖത്തിൻ്റെ പിന്നെ അഭിമാനം, ആ അവയവമാണ് നോക്കണം നിങ്ങൾ. ഏറ്റവും നിസ്സാരമായ ശിക്ഷ അത് തനിക്ക് വരാതിരിക്കാൻ, അതിനെ തടുക്കാൻ ഉപയോഗിക്കുന്നത്. അഫമയത്തഖി ബിവജിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ. പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. വുജൂഹു യൗമൈദിൻ മുസ്ഫിറ ളാഹിഖത്തും മുസ്തബ്ശിറ വവുജൂഹു യൗമൈദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ എന്നാണ്. മുഖത്താണ് പൊടി, മുഖത്തെയാണ് ഇരുട്ട് മൂടുക എന്നുള്ളതാണ്. പല വചനങ്ങളിലും അത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അഫമയത്തഖി ബിവജിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ വഖീല ലിൽദാലിമീൻ ദൂഖു മാ കുൻതും തക്സിബൂൻ. വഖീല ലിൽദാലിമീൻ, അക്രമികളോട് പറയപ്പെടും. ഈ അക്രമികളോട്, വഖീല ലിൽദാലിമീൻ, അക്രമികളോട് പറയപ്പെടുകയും ചെയ്യും. ദൂഖു മാ കുൻതും തക്സിബൂൻ, നിങ്ങൾ സമ്പാദിച്ചിരുന്നത് നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക. ദൂഖു, നിങ്ങൾ ആസ്വദിക്കുക. മാ കുൻതും തക്സിബൂൻ, നിങ്ങൾ സമ്പാദിച്ചിരുന്ന കാര്യം. എന്താണോ തങ്ങൾ സമ്പാദിച്ചിരുന്നത് അത് ആസ്വദിച്ചു കൊള്ളുക എന്നവരോട്, അക്രമികളോട് പറയപ്പെടുകയും ചെയ്യും എന്നാണ്. എല്ലാം നരകത്തിന് വിറകാണ്. എല്ലാം നരകത്തിന് സമ്പത്തുണ്ടാകാം, സ്ഥാനമാനങ്ങളുണ്ടാകാം, സമ്പാദ്യം പലതും ഉണ്ടാകാം. പക്ഷെ ഒക്കെ നരകത്തിന് വിറകാണ്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്ന അക്രമികളോട് നിങ്ങൾ സമ്പാദിച്ചിരുന്നത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്യും എന്നാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചരിത്രത്തെ ഉദ്ധരിക്കുകയാണ്. കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം ഫഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ. കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർ കളവാക്കി. കദ്ദബ, കളവാക്കി. അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനെ കളവാക്കിയവർ, അവർക്ക് മുമ്പുള്ളവർ. വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത നോക്കി നിങ്ങൾ. അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആനാണ്. അതിൻ്റെ പ്രത്യേകത അത് അഹ്സനുൽ ഹദീസാണ്. അത് കിതാബാണ്. മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദു ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഇത്രയും വിശേഷണങ്ങളുള്ള ഈ ഗ്രന്ഥത്തെ
കളവാക്കുന്ന മനുഷ്യന്മാരാണ്, അതിനെയാണ് പരിഹസിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അത് ഇവരുടെ മാത്രം ഒരു വിഷയമല്ല, അവർക്ക് മുമ്പുള്ളവരും കളവാക്കി. പക്ഷേ ഫഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ. ഫഅതാഹും ഫഅൽ ഫസീഹ എന്ന് പറഞ്ഞെങ്കിൽ അവർ കളവാക്കിയപ്പോൾ അതാഹും അവർക്ക് വന്നെത്തിയാൽ അദാബ് ശിക്ഷ എങ്ങനെ? മിൻ ഹൈസു ലാ യശ്ഉറൂൻ. മിൻ ഹൈസു ലാ യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ അവർ അറിയുന്നു, ലാ യശ്ഉറൂൻ അവർ അറിയുന്നില്ല. മിൻ ഹൈസു ലാ യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ തങ്ങൾ അറിയാത്ത നിലക്ക്, കൈഫിയത്തിൽ. മിൻ ഹൈസു ലാ യശ്ഉറൂൻ തങ്ങൾ അറിയാത്ത നിലക്ക് അദാബ് അവരിലേക്ക് വന്നു എന്നാണ്. അതെങ്ങനെ? അതിൻ്റെ ഉദാഹരണം ഇപ്പം ആദ് ഗോത്രത്തിലേക്ക് എങ്ങനെ അദാബ് വന്നത്? ആദ് ഗോത്രത്തിലേക്ക് അദാബ് വന്നത് കാർമുകിലിൻ്റെ രൂപത്തിലാണ്, കാർമേഘമായിട്ടാണ് വന്നത് അല്ലേ? കാർമേഘമായിട്ട് വന്നപ്പോൾ അവർ പറയണം അതാ ആരുതും മുംതിറുന, നമുക്ക് മഴ പെയ്യാനുള്ള കാർമേഘത വരുന്നു എന്നാണ്. മനസ്സിലല്ലേ? പക്ഷെ ആ കാർമേഘം വന്നിട്ട് എന്ത് ചെയ്തു? അത് കാറ്റായി അടിച്ച് വീശുക ചെയ്തത്. അവരുടെ നാട്ടിൽ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി, മഴയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മഴ ഇല്ലാതാകുമ്പോൾ അവരെന്ത് ചെയ്യും? മാനത്തേക്ക് കണ്ടു നടും. വെള്ളമാണ് അവർക്ക് ആവശ്യം, മഴയാണ് ആവശ്യം. അപ്പോഴാണ് ഒരു കാർമുകിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർ പറയണം അത് ആരെന്നും മുംതിറൂന, ഇപ്പം നമുക്ക് മഴ കിട്ടും, ഇതാ കാർമേഘം വരുന്നു എന്നാണ് അല്ലേ? പക്ഷേ കാർമേഘം വന്നപ്പോൾ ബൽഹുവ മസ്തഅജൽതും റീഹും ഫീഹ അദാബുൻ അലീം, നിങ്ങൾ തിരക്ക് കൂട്ടിയ ശിക്ഷയാണിത്, നോവേറ്റുന്ന ശിക്ഷയുള്ള കാറ്റാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താണ്? ആ കാർമേഘം അങ്ങോട്ട് കാറ്റായിട്ട് അടിച്ചു വീശുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഫഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവരറിയാത്ത നിലക്കായിരുന്നു അവർക്ക് ശിക്ഷ വരികയുണ്ടായത് എന്നാണ്. അത് പിന്നെ ഘോര ശബ്ദമായി വന്നു, കാറ്റായി വന്നു, അതേപോലെ തന്നെ പിന്നെ ഭൂകമ്പങ്ങളായി വന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഫഅദാഖഹുമുല്ലാഹുൽ ഖിസ്യ ഫിൽ ഹയാത്തിദ് ദുനിയ വലഅദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ. ഫഅദാഖഹും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവരെ ആസ്വദിപ്പിച്ചു. ഫഅദാഖഹും അദാഖ എന്ന് പറഞ്ഞാൽ ആസ്വദിപ്പിച്ചു, ഹും അവരെ. ഫഅദാഖഹും ഈ ശിക്ഷ വന്നു തങ്ങൾ അറിയാത്ത നിലക്ക്. ആ വന്നതിൽ പിന്നെ അതിൽ പിന്നെ അദാഖഹും അള്ളാഹു അവരെ ആസ്വദിപ്പിച്ചു. അള്ളാഹു അവരെ ആസ്വദിപ്പിച്ചു. അൽ ഖിസിയ ഫിൽ ഹയാത്തി ദുനിയ, ഖിസി എന്ന് പറഞ്ഞാൽ നിന്യത. അൽ ഖിസിയ ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ നിന്യത അള്ളാഹു അവരെ ആസ്വദിപ്പിച്ചു. ഭൗതിക ജീവിതത്തിൽ നിന്യത, അപമാനം. അള്ളാഹു പറയുന്നത് വല അദാബുൽ ആഖിറ അക്ബർ, ആഖിറത്തിൻ്റെ അദാബ് എത്രേ അക്ബർ, ഏറ്റവും വലുത്. ഇവിടെ വല ലാമു തൗതിയാലിൽ ഖസം എന്ന് പറയാം. വല്ലാഹി ല അദാബുൽ ആഖിറ എന്നുള്ള ഉദ്ദേശമാണ്. അള്ളയാണ് സത്യം, ല അദാബുൽ ആഖിറ, ആഖിറത്തിൻ്റെ ശിക്ഷ അക്ബർ, അതാണ് ഏറ്റവും ഭീകരം. അക്ബർ ഏറ്റവും ഭീകരം, ആഖിറത്തിൻ്റെ അദാബാകുന്നു അക്ബർ. ലൗ കാനൂ യഅലമൂൻ, ലൗ കാനൂ യഅലമൂൻ അവരറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ കാനൂ അവർ ആയിരുന്നുവെങ്കിൽ, യഅലമൂൻ അവരറിയുന്നു. ഇപ്പോൾ ലൗ കാനൂ യഅലമൂൻ അവരറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ ലൗ കാനൂ യഅലമൂൻ എന്നുള്ളത് ഷർത്താണ്, അവരറിഞ്ഞിരുന്നുവെങ്കിൽ. അതിൻ്റെ ജവാബ് ഇവിടെ, അതിൻ്റെ ഉത്തരം ജവാബ് പിന്നെയാണ്, ഷർത്തിന് ശേഷമാണ് ജവാബ് വരേണ്ടത്. പക്ഷെ ആ ജവാബ് ഇവിടെ പറയേണ്ട കാര്യമല്ല. കാരണം എന്താ, അതിവിടെ അത് അറിയിക്കുന്ന സംഗതി ഇവിടെ മുൻകഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൗ കാനൂ യഅലമൂൻ അവരറിഞ്ഞിരുന്നുവെങ്കിൽ ദുനിയാവിലെ അപമാനത്തേക്കാൾ വലിയ, പരലോകത്തെ ദുനിയാവിലെ അപമാനത്തേക്കാൾ വലുത് ആഖിറത്തിൻ്റെ അദാബ് ശിക്ഷയാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. ലൗ കാനൂ യഅലമൂൻ. വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ലഅല്ലഹും യതദക്കറൂൻ ഖുർആനൻ അറബിയ്യൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا الحمد لله بل أكثرهم لا يعلمون. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞ ഇവിടെ പിന്നെ പൂർവികർ കളവാക്കി. അപ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മാനക്കേടിൻ്റെ ശിക്ഷ നൽകി. ദുനിയാവിൽ അവർക്ക് മാനക്കേട് ബാധിച്ചു. അള്ളാഹു തുടർന്ന് പറഞ്ഞത് വല അദാബുൽ ആഖിറത്തി അക്ബർ ലൗ കാനൂ യഅലമൂൻ, ആഖിറത്തിൻ്റെ അദാബാണ് ഏറ്റവും കൊടിയത്, കൊടൂരമായത്, അവരറിഞ്ഞിരുന്നുവെങ്കിൽ. കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ എന്താണ്, വിശുദ്ധ ഖുർആനെ
കളവാക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനെ കളവാക്കുക, വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളെ കളവാക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ വർണ്ണനകൾ, വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതകൾ തുടർത്തുന്നത്. ഇവിടെ ഇനി വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറയുന്നത് വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ ലഅല്ലഹും യതദക്കറൂൻ. ഇവിടെ വലഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും, ലാമു തൗതിയ ലിൽ ഖസം എന്നാണ് ഇനി പറയാം. അതായത് വല്ലാഹി ലഖദ് എന്ന ആശയമാണ്. ഇവിടെ ഒരു സത്യമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ ലാമ്. അപ്പോൾ വല്ലാഹി എന്ന അർത്ഥത്തിൽ ദറബ്ന എന്ന് പറഞ്ഞാൽ നാം വ്യക്തമാക്കി, നാം വിശദീകരിച്ചു. ദറബ്ന നാം വിശദീകരിച്ചു. ദറബ പല അർത്ഥത്തിന് വരുന്ന പ്രയോഗം. അടിച്ചു, ഇടിച്ചു എന്നൊക്കെ അർത്ഥത്തിന് ദറബ വരും. ഒരു സംഗതിയിൽ ബാധിപ്പിക്കുന്നതിനാണ് ദറബ പ്രയോഗിക്കുക അസിൽ. ഒരു കാര്യം വിശദീകരിക്കുന്നത് എന്തിനാണ്? അത് മനസ്സിൽ പതിക്കാനും മനസ്സിൽ തറക്കാനുമാണ്. അപ്പോൾ ആ അടിസ്ഥാന ആശയം അതാണ്. വാദ് റ ബ ഈ 3 അക്ഷരങ്ങൾ ഘടിച്ചുള്ള ആ പദത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒന്നൊന്നിനെ സ്വാധീനിക്കുക, ഒന്നൊന്നിൽ പതിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് പ്രയോഗിക്കണതിനനുസരിച്ച് അടിച്ചു, തൊഴിച്ചു, ഇടിച്ചു എന്നൊക്കെ പറയും, വിശദീകരിച്ചു എന്നുള്ളതിനൊക്കെ പറയും. ഭൂമിയിൽ സഞ്ചരിച്ചു എന്നുള്ളതിന് പ്രയോഗിക്കും. വലഖദ് തീർച്ചയായും ദറബ്ന നാം വ്യക്തമാക്കി ലിന്നാസ് എല്ലാ ജനങ്ങൾക്കും, ലിന്നാസ് ജനങ്ങൾക്ക്, എല്ലാ ജനങ്ങൾക്കും, ഫി ഹാദൽ ഖുർആൻ ഈ ഖുർആനിൽ മിൻ കുല്ലി മസലിൻ, മിൻ കുല്ലി മസൽ. മസൽ എന്ന് പറഞ്ഞാൽ എന്താ? മസൽ ഉപമകൾ, ഉദാഹരണങ്ങൾ. കുല്ലു മസൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഉപമകളും. മിൻ തമിഴിലാണ്, ഉപമകളിൽ നിന്നെല്ലാം ചിലത് എന്നർത്ഥത്തിൽ. വിശുദ്ധ ഖുർആൻ ഉപമകളെ വിശദീകരിക്കുന്ന കിതാബല്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ എന്തുണ്ട്? ഉപമകളുണ്ട്. ഉപമകൾ പല നിലക്കുണ്ട്, പല നിലക്കുള്ള ഉപമകളുണ്ട്. ഉപമകൾ പറയുന്നത് എന്തിനാണ്? ഉപമകൾ പറയുന്നത് കാര്യങ്ങൾ എളുപ്പമാകാൻ, വ്യക്തമാകാൻ. മസൽ, മിസിൽ, മസീൽ, ഷബഹ്, ഷിബ്, ഷബീഹ് എന്നർത്ഥത്തിൽ പ്രയോഗിക്കും. മസൽ ഉപമയാണ്. കിസ്സയോ? കിസ്സ കഥയാണ്. എന്താണ് മസലും കിസ്സയും തമ്മിൽ വ്യത്യാസം? വിശുദ്ധ ഖുർആനിൽ കിസ്സ ഉണ്ട് അല്ലേ? വിശുദ്ധ ഖുർആനിൽ കിസ്സ ഉണ്ട്, വിശുദ്ധ ഖുർആനിൽ മസലും ഉണ്ട്. രണ്ടും എന്തിനാണ്? രണ്ടും കാര്യങ്ങൾ പ്രാപ്യമാകാൻ, മനസ്സിൽ ബോധ്യപ്പെടാൻ, മനസ്സിൽ എളുപ്പം സ്വാധീനിക്കാൻ ശൈലിയാണ്, ഭാഷയുടെ ശൈലിയാണ്. കിസ്സ ഒരു സംഭവമായിരിക്കും, അത് സംഭവിച്ച ഇതായിരിക്കും, സംഭവിച്ച ഒരു സംഗതിയെക്കുറിച്ചുള്ള ആഖ്യാനമാണ് കിസ്സ, കഥ. ഉപമയോ? മസലോ? മസൽ സംഭവിച്ചതായിക്കൊള്ളണമെന്നില്ല, സംഭവിക്കാൻ സാധ്യത ഉണ്ടായാൽ മതി. സംഭവിച്ചതായിക്കൊള്ളണമെന്നില്ല, സംഭവിക്കാൻ സാധ്യത ഉള്ളതായാൽ മതി. മസൽ 2 രീതിയിൽ വരും. ഒന്നൊരു കിസ്സയെ പുരസ്കരിച്ചുള്ള മസൽ ഉണ്ടാവും. ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ഒരു മസൽ വരും, ഉപമ വരും. ചിലത് കലാമും മുർസലായിരിക്കും. ഇപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ യുസ്ലഉൽ മുഅ്മിൻ ഫി ജുഹ്രിൻ മറത്തൈനി ലാ യുൽദഖുൽ മുസ്ലിം ഫി ജുഹ്രിൻ മറത്തൈനി എന്നാണ്. എന്താ? ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കൂല എന്നാണ്. ഒരു വിശ്വാസിയെ 2 തവണ ഒരേ മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കൂല എന്നുള്ളതാണ്. അതെന്താണ്? ഒരു മസലാണ്, ഒരു മസലാണ്. അതൊരു സംഭവത്തെ പുരസ്കരിച്ച് പറഞ്ഞതല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞാണ്. അൽ ഹർബ് ഖുദ്അത്തുൻ. ഹദീസുകളിൽ ധാരാളം കാണാൻ സാധിക്കും, ഹദീസുകളിൽ ആവശ്യം ധാരാളം കാണാൻ സാധിക്കും. ചിലത് അങ്ങനെയല്ല, ചിലത് ഒരു സംഭവത്തെ പുരസ്കരിച്ചായിരിക്കും. ഇപ്പം സബഖക ഉകാശ എന്ന് പറയും, സബഖക ബിഹി ഉകാശ എന്ന് പറയും. അതിപ്പോൾ ഒരാളൊരു കാര്യം ചോദിച്ച് വേറൊരാളെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത ആൾ ചോദിക്കുന്ന ആളോട് പറയും സബഖക ബിഹ ഉകാശ, അത് ഉക്കാശ മുൻകടന്നിട്ടുണ്ട് എന്നാണ് ഇതില്ലേ. അതെന്താ ഉക്കാശ മുൻകടന്ന് പറഞ്ഞാൽ ഈ ആദ്യം ചോദിച്ച വ്യക്തി ഉക്കാശ ആയതുകൊണ്ടല്ല, പിന്നെയോ ഉക്കാശ മുമ്പൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. വിചാരണ കൂടാതെ, ആദാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉക്കാശ പറഞ്ഞു, റസൂലെ ആ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടാൻ നിങ്ങൾ ദുആ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, അൻത മിൻഹു, നീ അവരുടെ കൂട്ടത്തിലാണെന്നാണ്. പിന്നെ വേറെ ആൾ ചോദിച്ചു, റസൂൽ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ ദുആ ചെയ്യാം പറഞ്ഞു. സബഖക ബിഹ ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു എന്ന് പറയും. ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പിന്നീട് എന്താ പറയുക?
സബക്കക്ക ബിഹ ഉക്കാശ എന്നാ പറയുക. അവിടെ ഉക്കാശയിൽ ആരുമില്ല, പക്ഷേ അങ്ങനെ പറയും. അതാണ് മസൽ. എന്തെങ്കിലും ഒരു സംഭവത്തെ ഖിസ്സയെ തുടർന്നുണ്ടാകുന്ന മസലുണ്ട്. അതല്ലാതെ കലാമും മുർസലായിട്ട് ചില ഇത് ഇങ്ങനെ ഉപമയായിട്ട് പരിണമിക്കുന്ന വാക്യങ്ങളുണ്ടാത്ത വാക്യങ്ങളുണ്ട്. അറബി ഭാഷയിൽ ധാരാളം കാണാം. വാഫക്ക ഷെന്നു തബക്ക എന്ന് പറയും. വാഫക്ക ഷെന്നു തബക്ക. ഷെന്നു ഒരാളെ പേരാണ്, തബക്ക എന്നുള്ളതൊരു ആളെ പേരാണ്. അതെന്തിനറിയാം? രണ്ടാളൊരു കാര്യത്തിൽ ഒത്താൽ യോജിച്ചിട്ടുണ്ടെങ്കിൽ വാഫക്ക ഷെന്നു തബക്കഹു എന്ന് തബക്ക എന്നാണ് പറയുക. ഷെന്ന് ഒരു വലിയ ബുദ്ധിജീവിൻ്റെ പേരാണ്, ഒരു വ്യക്തിയാണ്. തബക്ക അയാളുടെ ഭാര്യൻ്റെ പേരാണ്. പക്ഷേ ഈ തബക്ക ഭാര്യ ആണീൻ്റെ മുമ്പാണ് ഷെന്ന് ഭയങ്കര ബുദ്ധിജീവിയായിരുന്നു. അയാൾ ശപഥം ചെയ്ത് പറഞ്ഞതാണ്, എന്നോളം ബുദ്ധിയുള്ള ഒരാളെ കിട്ടുന്നവരെ ഞാൻ കല്യാണം കഴിക്കൂല എന്നാണ്. അങ്ങനെ അയാൾ പെണ്ണ് തിരഞ്ഞിറങ്ങിയപ്പോഴാണ് ആ യാത്രയിൽ ഒരു വ്യക്തിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആ വ്യക്തിനോട് ചോദിക്കണം, നമുക്ക് ഒന്നിച്ച് പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിച്ച് പോയതാണ്. അപ്പോൾ ഈ ഷെന്നു ഇയാളോട് പറയാണ്, യാത്രയിൽ തഹ്മിലുനി അന അഹ്മിലുക്ക്, നിങ്ങൾ എന്നെ ചുമക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കണം ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയണത്, ഇത്ര ഒരു കരിമ്പൊട്ടനെ കണ്ടിട്ടില്ല. പറയുമ്പോൾ ഇയാൾ ബുദ്ധിജീവിയാണ് ഷെന്നു. കരിമ്പൊട്ടനെ കണ്ടിട്ടില്ല. ഒരാളെ ഏറ്റി നടക്കാൻ പറ്റുമോ? ഇത് യാത്രയല്ലേ. അപ്പോൾ ഷെന്നു മിണ്ടാതിരുന്ന്. കുറേ കണ്ടെത്തിയപ്പോഴാണ് ഒരു കൃഷിയിടം കണ്ടത്, വളഞ്ഞു നിൽക്കുന്ന കൃഷിയിടമാണ്. അപ്പോൾ പറയണ്, ഈ കൃഷിയിടത്തിലെ വിളവ് തിന്ന് തീർന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചോദിക്കണം. ആ ഒക്കില അംല, തിന്നിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ പറയണ കരിമ്പൊട്ട അത് അവിടെ വളഞ്ഞു നിൽക്കണത് കണ്ടില്ല, പിന്നെ അങ്ങനെ തിന്നോ ഇല്ലേ? അപ്പോൾ ഇയാൾ ഉണ്ടാകുന്നു. പിന്നെ യാത്ര പോയതാണ്. കുറേ എത്തിയപ്പോൾ ഒരു ജനാസ മയ്യത്ത് വീണ്. അപ്പോൾ മയ്യത്ത് വീണുണ്ടപ്പോൾ പറഞ്ഞ് ഈ ഷെന്ന് പറഞ്ഞ് ഇയാളോട്, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയോന്ന്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോന്ന്, ഈ മയ്യത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ വീണ്ടും ഇയാൾ പറഞ്ഞ്, കരിമ്പോട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടേ ഉള്ളത്, കണ്ട് നേരിട്ട്. ഒരു മയ്യത്ത് കബറക്ക കൊണ്ടുപോകണം, എന്നിട്ട് പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ ചോദിക്കണം. അപ്പോൾ ഷെന്ന് വീണ്ടും ഉണ്ടാതിരുന്നതാണ്. അവസാനം ഇയാൾ എന്ത് ചെയ്ത്, ഈ കൂടെ ഉള്ള ആൾ പെരീക്കത്തിപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ജിജി പോയിക്കോ, ഞാനിവിടെ എൻ്റെ പേരേതാണ് എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷെന്നവിടെ പുറത്തിരുന്നാണ്. അപ്പം വാപ്പ ഉള്ളിൽ കയറിയപ്പം മകളുണ്ട് തബക്ക ഉള്ളിൽ. വാപ്പാനോട് ചോദിച്ചു, വാപ്പ ആരെങ്ങളെ കൂടെ വന്ന് ചോദിച്ചു. മകൾ പറഞ്ഞു, അതൊരു കരിമ്പോട്ടനാണ്, 5 വയസ്സിൻ്റെ ബുദ്ധിയില്ല, അവിടെ പുറത്തിരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അപ്പം നിങ്ങൾ അയാളെ കരിമ്പോട്ടൻ എന്ന് പറഞ്ഞ് എന്താ വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ 3 ചോദ്യം ചോദിച്ച്. അപ്പോൾ പിന്നെ കരിമ്പോട്ടം എന്നല്ലാതെ പറയുന്നത്. അപ്പോൾ പറഞ്ഞ്, വാപ്പ അയാളെ ചോദിച്ചതിലൊരു യുക്തിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞ്, ഇങ്ങനെ നിങ്ങളെന്നെ വഹിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വഹിക്കണം എന്ന് ചോദിച്ചത് യാത്രയിൽ വിരസത അനുഭവപ്പെടാതിരിക്കാൻ, യാത്രാക്ലേശം അനുഭവിക്കാതിരിക്കാൻ അന്യോന്യം വർത്തമാനം പറയുന്ന വിഷയമാണ്. നിങ്ങൾ എന്നോട് വർത്തമാനം പറയണം, ഞാൻ നിങ്ങളോട് വർത്തമാനം പറയണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അപ്പോൾ കൃഷിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ കൃഷി മുഴുവൻ തിന്ന് തീർന്നു ചോദിച്ചത് അയാൾ ഈ കൃഷി ഇറക്കിയ ആൾ മുഴുവൻ തിന്ന് പിന്നെ അടുത്ത കൃഷിക്കുള്ള വകുപ്പ് കാണാതെ ഉള്ള ആളാണോ, അതല്ല അടുത്ത കൃഷിക്കുള്ള വകുപ്പ് കൂടി കണ്ട ആളാണോ എന്നുള്ളതാണ് അയാൾ ആ ചോദ്യത്തിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു. പിന്നെ അവസാനം 3-മത്തത് മയ്യത്ത് കൊണ്ടുകൊണ്ടപ്പോൾ മരിച്ചോ ഇല്ലെന്ന് ചോദിച്ചത്. ആ മരിച്ച വ്യക്തി നല്ല തൻ്റെ സൽകീർത്തിയും സൽപ്പേരും ഇവിടെ ശേഷിപ്പിക്കണ അനന്തരാവകാശികളെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ പൊരുൾ എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വാപ്പ ഇങ്ങനെ പൊട്ടത്തിൻ്റെ ചോദ്യമല്ല, അത് നല്ല ബുദ്ധിപരമായ ചോദ്യമാണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഈ വാപ്പ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഷെന്നിനോട്, ഇജ്ജ് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരമുണ്ട്, അത് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആര് പറഞ്ഞു വെച്ചാൽ പിന്നെ മകൾ പറഞ്ഞു തന്നെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഷെന്ന് അന്വേഷിച്ച് നടന്ന ആളെ കിട്ടി എന്നുള്ളതാണ്. അതാണ് വാഫക്ക ഷെന്നു തബക്കാന്ന്. പക്ഷേ അറബികൾ ഇപ്പോൾ അത് പറയും വാഫക്ക ഷെന്നു തബക്കാന്ന്. അതെന്താ അത് പറയണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാൾ ഒരേ കാര്യത്തിൽ ഒത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബുദ്ധിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഏതെങ്കിലും കാര്യത്തിൽ ഒരാൾക്ക് ഒത്തിട്ടുണ്ടെങ്കിൽ വാഫക്ക ഷെന്നു തബക്ക എന്ന് പറയും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം ചക്കീക്കൊത്ത ചങ്കരൻ, പക്ഷെ അത് അത്ര തന്നെ ഒരു ഇതല്ല. ഇത് വിഷയം വേറെയാണ്. ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം മസലാണ്. മസല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതെന്തായിരിക്കും, ഇങ്ങനെ ചില ആപ്തവാക്യങ്ങളെന്ന പോലെ പറയപ്പെടുന്നതായിരിക്കും, ചില സംഭവങ്ങളെ പുരസ്കരിച്ചായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ നമ്മളുടെ ഇതട്ടോ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളതായ മസലുകളൊക്കെ എന്താണ്, അതൊക്കെ വളരെ സാരസമ്പൂർണവും അർത്ഥഗർഭവുമാണ്. അതൊക്കെ വളരെയധികം വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ ഉപകരിക്കും വിധമുള്ള മസലുകളാണ്. അള്ളാഹു ഇവിടെ പറയുന്നത് വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. വേറൊരു അടുത്ത് അള്ളാഹു പറഞ്ഞത് വലഖദ് സറഫ്നാ ലിന്നാസി ഫി ഹാദൽ ഖുർആൻ ലിന്നാസി മിൻ കുല്ലി മസൽ. പല വചനങ്ങളുണ്ട്. ഏതായാലും
വലക്കത് ദറബ്നാ ലിന്നാസി ഫി ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ, മസലുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? ലഅല്ലഹും യതദക്കറൂൻ. ലഅല്ലഹും യതദക്കറൂൻ, അത് ലഅല്ലഹും എന്ന് പറഞ്ഞാൽ ഇവിടെ തഅലീലിനാണ്. യതദക്കറൂൻ എന്ന് പറഞ്ഞാൽ ഉത്ബുദ്ധരാകുക. യതദക്കറൂൻ ചിന്തിക്കുക, ഉത്ബുദ്ധരാവുക. തദക്കറ യതദക്കറു, യതദക്കറൂൻ അവർ ഉത്ബുദ്ധരാകും. ലഅല്ലഹും യതദക്കറൂൻ അവർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി, അതായത് ആളുകൾ ഉത്ബുദ്ധരാകാൻ, കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ മസലുകളിൽ നിന്നെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. പല ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. ചിലത് ദറബല്ലാഹു മസലൻ, അങ്ങനെ തന്നെയാണ്. ദറബല്ലാഹു മസലൻ, അള്ളാഹു ഉപമ വിശദീകരിച്ചു, അങ്ങനെയാണ്. ചിലടത്ത് വദ്രിബ് ലഹും മസലൻ, വദ്രിബ് ലഹും മസലൻ, അതാണ് ശൈലി. നീ അവർക്ക് ഉദാഹരണങ്ങളെ വിശദീകരിക്ക്, ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശദീകരിച്ചിട്ടുള്ളത്. വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ ലഅല്ലഹും യതദക്കറൂൻ. അതെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്? ഖുർആനൻ, പാരായണം ചെയ്യപ്പെടുന്ന നിലക്ക്, അറബിയൻ, അറബി ഭാഷയിൽ, അറബി ഭാഷയിൽ, ഗൈറ ദീ ഇവജിൻ, ഗൈറ ദീ ഇവജിൻ എന്ന് പറഞ്ഞാൽ മുസ്തഖീമായ നിലക്ക്, മുസ്തഖീമായ നിലക്ക്. ഇവജ് എന്ന് പറഞ്ഞാൽ വളവാണ്, വളവ്, വളവ് തിരിവൈനക്കിന് ഇവജ് പറയാം. ലാ തറാ ഫീഹാ ഇവജന വല അംത എന്നാണ്. വളവ് തിരിവുകളും കുന്നും ഇറക്കമില്ലാതെ എന്ന് അറിയില്ലേ. ദീ ഇവജ് എന്ന് പറഞ്ഞാൽ വളവുള്ളത്, വളവുള്ളത്. ഗൈറ ദീ ഇവജ് എന്ന് പറഞ്ഞാൽ വളവ് ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ മുസ്തഖീം. ലഅല്ലഹും യത്തഖൂൻ, ആളുകൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ മസലിൻ്റെ പ്രത്യേകത, ഖുർആനൻ അത് പാരായണം ചെയ്യപ്പെടുന്ന നിലക്കാണ്, അറബിയൻ, അറബി ഭാഷയിൽ, ഗൈറ ദീ ഇവജിൻ, ആ വക്രമായ നിലക്ക്, അതായത് അത് തിരിയാൻ മനുഷ്യന്മാർ പണിപ്പെടേണ്ട കാര്യമല്ല, നേരെ മനസ്സിലാക്കാൻ പറ്റും, നേരെ മനസ്സിലാക്കാൻ, മുസ്തഖീമായ നിലക്ക്. ലഅല്ലഹും യത്തഖൂൻ, എന്താണ് ഇത് എന്നുള്ളതൊക്കെ ഇതൊക്കെ വിശദീകരിക്കണം. ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഇവജ്, അത് പിന്നെ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എല്ലാ മസലുകളും വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ നിലക്കും. അത് പാരായണം ചെയ്യപ്പെടുന്ന നിലക്ക് അറബി ഭാഷയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ വിശുദ്ധ ഖുർആനെ കളവാക്കുന്നവർ, വിശുദ്ധ ഖുർആനെ പരിഹസിക്കുന്നവർ, അവർ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച കാലത്ത് അറബികളാണ്. അപ്പോൾ അവർക്ക് എളുപ്പം പ്രാപ്യമാകും വിധമുള്ള ഉപമകളാണ് അള്ളാഹു ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും എന്ത് ചെയ്യണം, ആളുകൾ ഇതിനെ കളവാക്കുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് എന്താണ് ഈ അറബിയൻ, എന്താണ് ഗൈറ ദീ ഇവജ് തുടങ്ങിയതും പിന്നെ ഈ ഒരു ഉദാഹരണം തുടർന്ന് അള്ളാഹു പറഞ്ഞതും മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ്.